എല്ലാവരും എന്നെ എടുക്കുവാണോ? എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ഇന്ന് എന്താണെന്നറിയോ, നോക്കിയേ എൻ്റെ അടുക്കളയൊക്കെ കണ്ടോ, എൻ്റെ നോക്കിയ ഷെൽഫൊക്കെ കണ്ടോ. എൻ്റെ മോൻ കൊണ്ട് നിന്ന് അവൻ തന്നെ, അവനും ചേട്ടത്തിയും കൂടെ ഇതെല്ലാം നല്ല അടിപൊളിയാക്കി. അവൻ രാവിലെ ഇറങ്ങിയത് ഇതിനു വേണ്ടി കണ്ടോ, എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചവൻ റെഡിയാക്കി തന്നെനിക്ക്. അവൻ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നോളെന്ന് പറഞ്ഞാണോ പോയത്. നോക്കി എല്ലായിടും അവൻ വൃത്തിയാക്കി ഇന്ന് വന്ന്. എല്ലാം കൂടെ ഞങ്ങൾക്ക് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. 2-3 മാസത്തിൽ എനിക്ക് ഇച്ചിരി തിരക്കായിരുന്നു. പണിക്ക് പോകണം, പോയിട്ട് വന്ന് വൃത്തിയാക്കൊന്നും നടക്കത്തില്ലായിരുന്നു. അത് എല്ലാവരുടെയും ഒരു പരാതിയായിരുന്നു. എല്ലാവരുടെയും പരാതിക്ക് വിരാമം ഇട്ടുകൊണ്ട് എല്ലാം നല്ല വൃത്തിയാക്കി തന്നെ എല്ലാം റെഡിയാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഓണത്തിന്റെ ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറയണം. പറയുന്നവർ ചിലപ്പോൾ ഭിത്തിയുടെ കാര്യമൊക്കെ പറയാം. അതിപ്പോൾ നമ്മൾ എന്താണെങ്കിലും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഇതേലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബാക്കി. അതാണെന്ന് വെച്ചാൽ നമ്മളിപ്പം എന്നും ഇവിടെ കിടക്കത്തില്ല. കൂടി വന്ന ഒരു 1-2 വർഷം കൂടെ ചിലപ്പോൾ താമസിക്കുമായിരിക്കും. അതുവരെ ഇത് വൃത്തിയാക്കി പിന്നെ വെള്ളം അടിക്കാൻ മൊത്തം പോയിരിക്കുവോ, പിന്നെ ഒന്നും ചെയ്താലും കാര്യമില്ല, ചോരുന്നുള്ളതുകൊണ്ടൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തേക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇതായതിൻ്റെ ഇത് സാധനം എല്ലാം കൊണ്ട് വെച്ചേക്കുന്നതെല്ലാം നല്ല എല്ലാം പാത്രത്തിനകത്താക്കി എല്ലാം വൃത്തിയാക്കി തന്നു അവന് നല്ല ഇതായിട്ട്. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ നമുക്ക് തെഞ്ഞ് ചോറുണ്ടാക്കാം. ചോറുണ്ടിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് കിടക്കുന്നു. അതിൽ ഞങ്ങൾക്ക് ചെയ്യണം എല്ലാം. നിങ്ങളൊക്കെ ചോറൊക്കെ ഉണ്ടോ എല്ലാവരും? ഈ സമയമായപ്പോൾ എല്ലാവരും കഴിച്ചു കാണുമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് തിരുവോണമാണ്. അപ്പം അതിൻ്റെ തിരക്കൊക്കെ നാളെ ഉച്ച കഴിഞ്ഞൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എല്ലാവർക്കും. ഞങ്ങൾ അതുകൊണ്ട് ഒരുപാട് കറികളൊന്നും വെക്കാൻ ഉദ്ദേശിച്ചില്ല. ഇന്നലെ വൈകിട്ട് മീൻ മേടിച്ചു കറി വെച്ച്. അന്ന് ഞങ്ങൾ കപ്പയ്ക്ക് വേണ്ടി കപ്പ ഉണ്ടായിരുന്നു. രാവിലെ കപ്പയായിരുന്നു. കപ്പയും മീൻകറിയായിരുന്നു. അതിൻ്റെ മീൻകറിയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെഴുക്ക് പുരട്ടി വെച്ചു. ബീൻസ് മെഴുക്ക് പുരട്ടി വെച്ചു. പിന്നെ കപ്പയുണ്ട്. ഇച്ചിരി കപ്പയും കൂടെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. താഴെപ്പോയി അത് സാരമില്ല, നമുക്ക് ശകലമൊക്കെ നമ്മൾ അതൊന്നും കാര്യമായിട്ട് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ? എന്തിനും ഇടയ്ക്കൊക്കെ ഇച്ചിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ശകലം തെറ്റ് വേണ്ടേ. പിന്നെ വേണ്ടേ മീൻ വറുത്തത് കൊണ്ട് നമ്മളതുകൊണ്ട് രാവിലത്തെ കപ്പ വേവിച്ചപ്പോൾ മീൻകറി ഉണ്ടായിരുന്നു. ഇന്ന് വെച്ചിട്ട് നാളെ രാവിലെ ഞങ്ങൾ കല്യാണത്തിന് പോകും. പിന്നെ ഇന്ന് വെച്ച് വെറുതെ എല്ലാം കളയണ്ടല്ലോ, കളയാൻ നമുക്ക് വേണ്ട. അത് കാരണമാണ് ആ മീൻകറി ഉണ്ട്. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് വൈകിട്ടിന് കൂട്ടാനുള്ള ഉണ്ട്. അതുകൊണ്ട് മീനും കറി. മറ്റന്നാൾ നമുക്ക് സദ്യയാണ്. നാളെ സദ്യയാണ്, മറ്റന്നാൾ 2 സദ്യ. അതുകൊണ്ട് ഇന്നതേ മീൻകറി ഉണ്ട്, മീൻ വറുത്തത്, കപ്പ, മെഴുക്ക് പുരട്ടി. എല്ലാവരും ഒന്ന് ഓടിവാ, നമുക്ക് എല്ലാവരും ഓടിവായോ ചോറുണ്ണാം.